അമൂർത്തമായ ഓണച്ചിഹ്നമാണ് തൃക്കാക്കരയപ്പൻ. ചെമ്മണ്ണിൽ തൃക്കാക്കരയപ്പനെ മെനഞ്ഞെടുക്കുന്ന കൂട്ടായ്മകൾ നാട്ടിൽ സജീവം. ഓണനിലാവിനൊത്ത ലാവണ്യത്തോടെ പശിമിയാർന്ന ചെമ്മണ്ണിൽ ഓണത്തപ്പന്റെ പ്രതീകമായ തൃക്കാക്കരയപ്പനെ മെനഞ്ഞെടുക്കുകയാണ് ഈ പെൺകൂട്ടായ്മ. ചെമ്മണ്ണിൽ വെള്ളം ചേർത്ത് കുഴച്ച് ഒരു ദിവസം പഴുക്കാനിട്ട് രണ്ടാം ദിനവും മൂന്നാം ദിനവും നാലാം ദിനവും തട്ടും മുട്ടും പൊത്തും കുത്തും കൊടുത്ത് ത്രികോണ സ്തൂപ ജാമിതീയ ബിംബങ്ങൾ അച്ചുകളോ മോൾഡുകളോ ഇല്ലാതെ മെനഞ്ഞെടുക്കുകയാണിവർ. അരിമ്പൂർ പഞ്ചായത്തിലെ ശ്രീകൈരളി കുടുംബശ്രീയിലെ ശാന്തകുമാരിയുടെ നേതൃത്വത്തിൽ ശാന്തിനിയും ശാരദയും മൺരൂപങ്ങളെ വെയിലത്ത് ഉണക്കിയെടുക്കുമ്പോഴേക്കും സരളയും ജലജയും മല്ലികയും ആവശ്യമായ ചായക്കൂട്ടുകൾ കൊണ്ട് തൃക്കാക്കരയപ്പന്മാരെ തിളക്കമുള്ളതാക്കി മാറ്റിയിരിക്കും. തൃക്കാക്കരയപ്പന്റെ നെറുകിലും 4 വശങ്ങളിലും തീർത്ത സുഷിരങ്ങളിൽ ചാർത്തുവാൻ വർണ്ണക്കടലാസ് കൊണ്ടുള്ള പൂക്കളും ഈ വനിതകൾ അവരവരുടെ വീടുകളിൽ വെച്ച് തന്നെ ഒരുക്കിയെടുക്കും. പണിതീർത്ത മൺരൂപങ്ങൾ അത്രയും വലിപ്പ വ്യത്യാസമനുസരിച്ച് ഓണം വിപണനമേളയിൽ വിറ്റഴിക്കും. കഴിഞ്ഞ 5 കൊല്ലമായി അവിരാമമായ ഏർപ്പാടായതുകൊണ്ട് ഓണത്തിന് മുൻപേ തന്നെ ഇവർക്ക് ഓർഡറുകളും വന്നു തുടങ്ങി. ഈ ഓണത്തിന് 1000 തൃക്കാക്കരയപ്പന്മാരെ വിറ്റഴിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ഇവരുടെ പ്രവർത്തനം. മൺരൂപങ്ങൾ ഉണങ്ങാനെടുക്കുന്ന സമയത്ത് വിവിധയിനം ഉപ്പേരികളുടെ ഓണവറവ് ഒരു ഭാഗത്ത് തുടങ്ങിയിരിക്കും. ഓണവിഭവങ്ങളും തൃക്കാക്കരയപ്പനും വളയിട്ട കൈകളുടെ കരവിരുതിൽ അണിഞ്ഞൊരുങ്ങുമ്പോൾ നിരവധി കുടുംബങ്ങൾക്ക് സമൃദ്ധി പകരുന്ന സ്നേഹ കൂട്ടായ്മ കൂടിയായി അത് മാറിത്തീരുകയാണ്.